നമ്മുടെ വീഡിയോ കണ്ടിട്ട് റീസ്റ്റോറേഷൻ വന്ന ആദ്യത്തെ വണ്ടിയുടെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഷിജിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ ഷിജിനെ പറയൂ വിശേഷങ്ങൾ. നമ്മൾ റീസ്റ്റോറേഷൻ്റെ വീഡിയോ ഇട്ടിട്ട് നമുക്ക് വന്ന ഫസ്റ്റ് വണ്ടി ഈ വണ്ടിയാണ് വർക്കിന് വന്നത്. പുള്ളിയാണ് ആദ്യം നമ്മൾ കോൺടാക്ട് ചെയ്തത്. ഫസ്റ്റ് വർക്ക് എന്ന് പറയാൻ പറ്റത്തില്ല, ഫസ്റ്റ് റീസ്റ്റോറേഷൻ ഫസ്റ്റ് വന്നത്. ഞാൻ ആദ്യം പോയി എടുത്ത വണ്ടി ഇതാണ്. വണ്ടി വീഴിഞ്ഞാത്ത വണ്ടിയാണ്. ഇവിടെ നമ്മൾ പിക്കപ്പിൽ പോയാണ് കളക്ട് ചെയ്തത്. കൃത്യമായ ഡാറ്റ ആണെന്നുണ്ടെങ്കിൽ നവംബർ 16 തീയതിയാണ് നമ്മൾ വണ്ടി എടുത്തത്. ഇന്ന് ഡിസംബർ 18. ഒരു മാസവും 2 ദിവസമായി. വണ്ടിയുടെ വർക്ക് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. പുള്ളി ഇവിടെ ഇല്ല, പുള്ളി ബാംഗ്ലൂരാണ്. നാളെ വരത്തുള്ളൂ എന്നാണ് ഇപ്പോൾ വിളിച്ച് പറഞ്ഞത്. ഇന്ന് വൈകിട്ട് വരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ വണ്ടിക്ക് എന്തൊക്കെയാണ് പണി? വണ്ടിക്ക് മെയിനായിട്ട് ഇതിന് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്ക് ജാമായിരുന്നു. പിന്നെ ഇതിന് ഓവർഫ്ലോ ഉണ്ടായിരുന്നു. ഇത് രണ്ടായിരുന്നു പുള്ളി പറഞ്ഞ കംപ്ലൈൻറ്റ്, വണ്ടിക്ക് ഉണ്ടായിരുന്ന കംപ്ലൈൻറ്റ്. പിന്നെ ശരിക്കും റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരുവൊന്നും വണ്ടി ആയില്ല. പിന്നെ പുള്ളിക്ക് വീഡിയോ കണ്ടപ്പോൾ എന്തോ ആഗ്രഹം തോന്നി എന്ന് പറഞ്ഞു. അതേ കളർ തന്നെ വേണമെന്ന് പറഞ്ഞു. ആദ്യത്തെ വീഡിയോ ഫസ്റ്റ് വണ്ടിയുടെ വീഡിയോ അങ്ങനെ അത് തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും വണ്ടി നല്ല എന്താ പറയുക പളവളാ തിളങ്ങുന്നുണ്ട് കേട്ടോ. അത് എടുത്തു പറയാൻ വയ്യ. കണ്ടോ, പെയിന്റിങ്ങും കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. പെയിന്റിങ് ടോപ്പ് പെയിന്റ് മെറ്റാലിക് കൂടിയ പെയിന്റ്. 5 കൊല്ലാലും ഈ പെയിന്റ് മങ്ങത്തില്ല, അതിന് ഞാൻ ഗ്യാരണ്ടിയാണ്. പിന്നെ ഉറപ്പാണ് പറയണം, ഉറപ്പായിട്ടുള്ള കേസാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് പെയിന്റിങ്ങിൽ തന്നെ തുടങ്ങാം. എത്ര രൂപയായി ഇതിന്? 14 രൂപ പെയിന്റിങ് കോസ്റ്റ്. ശരിക്കും പറഞ്ഞാൽ 14 രൂപയ്ക്ക് ഈ കസ്റ്റമർ ഈ വണ്ടി കൊണ്ടുവന്ന് അവരെ കൊടുത്താൽ ആ പൈസയ്ക്ക് അവരെ അടിക്കത്തില്ല. പക്ഷേ അത് ഞാൻ മെക്കാനിക് ആയതുകൊണ്ടും എൻ്റെ ഇത് വെച്ചിട്ടാണ് ആ പൈസയ്ക്ക് പെയിന്റ് അടിക്കുന്നത്. അത് മിക്കവർക്കും അറിയാവുന്ന കേസാണ്. ബുള്ളറ്റ് പെയിന്റ് അടിക്കാൻ 18, 19, 20 ഒക്കെ മേടിക്കുന്നവരുണ്ട്. പക്ഷെ നമ്മൾ ആ ഒരു ഇതിൽ കൊണ്ടുവരുന്നതുകൊണ്ട് അതുകൊണ്ടാണ് അവർ ആ പൈസയ്ക്ക് ചെയ്തു തരുന്നത്. വണ്ടി ഒരുപാട് കൊടുക്കുന്നതുകൊണ്ടും അങ്ങനെ. അത് ഉറപ്പാണ്, അങ്ങനെ ആയിരിക്കും. അടുത്തത് എന്തൊക്കെ പാർട്സ് മാറിയിട്ടുണ്ട്? ഇതിൽ മാറിയത് 2 സ്വിച്ചസ് മാറി, 2 ത്രോട്ടില്, 2 എൻഡ് വെയിറ്റ്, ലിവർ 2 മാറിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് MC കിറ്റ് കംപ്ലൈൻ്റ് ആയിരുന്നു, അത് മാറി. പിന്നെ 4 ഇൻഡിക്കേറ്റർ, ഈ നമ്പർ പ്ലേറ്റ് ക്ലാമ്പ്, ക്യാപ്പ് ഇല്ലായിരുന്നു, അത് വെച്ചിട്ടുണ്ട്. ഡിസ്ക് പാഡ്, പിന്നെ സ്പീഡോമീറ്റർ കേബിൾ, അതിൻ്റെ ഗിയർ സെറ്റ്, ക്ലച്ച് കേബിള്, ആക്സിലേറ്റർ കേബിള്, ബാക്ക് ബ്രേക്ക് ഷൂ, 2 ഷോക്ക് മാറി, ബാക്ക് എടുത്ത് 2 ഫുട് റെസ്റ്റ്, സൈഡ് സ്റ്റാൻഡ് മാറി. പിന്നെ സൈഡ് സ്റ്റാൻഡ് MG എന്ന് പറയും, ഈ പ്ലാറ്റ്. ഇത് പോയാൽ വണ്ടി ഒരുപാട് ചരിഞ്ഞ് കിടക്കും, അത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റെയിനർ മാറ്റി. പിന്നെ അത് കഴിഞ്ഞ് ഈ 2 സിങ്ങാമിൻ്റെ ക്യാപ്പ്. പിന്നെ നമ്മൾ 2 കമ്പി പുതിയതാണ്. കമ്പി നമ്മളങ്ങനെ പ്ലാറ്റ് ചെയ്യിക്കാറില്ല, മാക്സിമം പ്ലാറ്റ് ചെയ്യിക്കാറില്ല. കമ്പി എന്ന് പറയുമ്പോഴത്തേക്ക് വീലിൻ്റെ സ്പോക്സ് കമ്പി അത് പുതിയതാണെന്നുണ്ടെങ്കിൽ മാത്രമേ അത് പിന്നെ സിങ്ക് ചെയ്ത് പോലെ എടുക്കത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ അത് കാര്യം ബെൻഡിങ് കാര്യങ്ങളൊക്കെ കാണും. പുതിയതിനും പ്ലാറ്റ് ചെയ്യുന്നതിന് സിങ്ക് ചെയ്യിക്കുന്നതിന് റാറ്റ് സെയിം ആണ്. അതുകൊണ്ട് പുതിയത് തന്നെ ഇടും. പിന്നെ കിക്കറും പുതിയതാണ്. കിക്കറും അങ്ങനെ പ്ലാറ്റ് ചെയ്യിക്കാറില്ല, തേയ്മാനം വരുന്നുണ്ട്. ക്രാഷ് കാർഡൊക്കെ പ്ലാറ്റ് ചെയ്ത് വെച്ചത് കസ്റ്റമർ അത് തന്നെ ചെയ്ത് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ എത്രയായി പാർട്സിന് എല്ലാം കൂടി? പാർട്സിന് എനിക്ക് തോന്നുന്നു 15 or 16 എന്തോ എഞ്ചിന് 15-16 സംതിങ്. ഓക്കെ, കാര്യം ഇതിപ്പോൾ ഞാൻ മെയിനായിട്ടുള്ള സാധനമാണ് പറഞ്ഞത്. പിന്നെ കൊച്ചു സാധനങ്ങളായിട്ട് ഒരുപാട് പാർട്സും കാര്യങ്ങളും ഉണ്ട്. കുഞ്ഞു ഇപ്പോൾ തന്നെ സ്റ്റിക്കറായി, പിന്നെ ബ്രേക്ക് സ്വിച്ചസായി, പിന്നെ ഇതിനകത്തുള്ള ഫ്ലാഷർ, അങ്ങനെ. ഓക്കെ, മനസ്സിലായി. അത്ര ആയി കാണാൻ ചാൻസ് ഇല്ല. ഏകദേശം ബില്ല് എഴുതാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പോൾ സ്പെയറിന് ബില്ല് വന്നാലേ അറിയാവൂ. ഓക്കെ, എന്തായാലും ഒരു 14 അല്ലേ? അതൊക്കെ നമ്മൾ എങ്ങനെയൊക്കെ കളിച്ചാലും ഈ ഒരു ഔട്ട് കിട്ടണമെങ്കിൽ ഇതിൽ അനാവശ്യമായിട്ട് ഒരു സാധനം മാറിയിട്ടില്ല. മാറേണ്ട ഈ ഫുട്രസ്റ്റ് എന്ന പഴയത് വെച്ചാൽ ഈ ഒരു വൃത്തി കിട്ടത്തില്ല. ഇത് റബ്ബർ മാറിയിട്ടില്ല. അതുകൂടെ മാറിയതെങ്കിൽ നല്ല ഫിനിഷിംഗ് ആയിരുന്നു. പിന്നെ പൈസ കളയണ്ട എന്ന് വെച്ചിട്ടാണ് ചെയ്യാറ്. ഓക്കെ, ഇതൊക്കെ കസ്റ്റമർ പറഞ്ഞിട്ടാണോ ചെയ്യുന്നത്, അതല്ല ഷിജിൻ വെറുതെ കാശ് കളയണ്ടെന്നുള്ളത് വെച്ചിട്ട്? കസ്റ്റമർ എൻ്റെ അടുത്ത് പറഞ്ഞു ആവശ്യമുള്ള സാധനങ്ങൾ മാറാൻ പറഞ്ഞു. നമുക്കൊരു മര്യാദ ഇല്ലേ? നല്ലോണം ഇരിക്കുന്ന സാധനം പുതിയ വെച്ച് കൊടുത്തിട്ട് നമുക്ക് അതിന്റെ ആവശ്യമില്ല. കസ്റ്റമർ പൈസ വെറുതെ കളയണം എന്നല്ലാതെ അത് മതി. ഇതിന്റെ പുള്ളി വന്നിട്ട് ഇനി ഇത് മാറ്റി പുതിയത് വെക്കാൻ പറയണമെങ്കിൽ അന്നേരം വെച്ച് കൊടുക്കും. ഇത് പക്ഷെ പുതിയതല്ലേ? ബാക്കിലത്തെ പുതിയതാ. അത് ഇത് ഫുള്ള് തുരും പഠിച്ചിരിക്കും. ഇത് പെയിന്റ് ചെയ്താലും നിൽക്കത്തില്ല, അതങ്ങ് ഇളകി പോകും. 2 ഫുട്രസ്റ്റ് പുതിയത് വെച്ച് കൊടുക്കും. ഓക്കെ, അപ്പോൾ പെയിന്റിങ്ങിൻ്റെ പറഞ്ഞു, അതുപോലെ തന്നെ സ്പെയറിന്റെ കാശ് പറഞ്ഞു. പെയിന്റിങ് 14 അല്ലേ? സ്പെയർ ഒരു 14, 15. ഓക്കെ, അപ്പോൾ 29. ഇനി അടുത്തത് ഷിജിൻ്റെ, എൻ്റെത് 10000 രൂപ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ വ്യത്യാസമൊന്നുമില്ല. പിന്നീട് അത് കഴിഞ്ഞിട്ട് പ്ലേറ്റിംഗ് കൂടെ ഉണ്ട്. പ്ലേറ്റിംഗ് ഇത് വരുമ്പോഴത്തേക്ക് ഏതാണ്ട് 16,250 രൂപയാണ് കോസ്റ്റ് ആയത്. എഞ്ചിൻ സൈഡ് ഫുള്ള് പ്ലേറ്റ് ചെയ്ത്, ഈ ക്രാഷ് കാർഡ് പ്ലേറ്റിംഗ് ആണ്. 2 റിമ്മ്, സൈലൻസർ, വിൻഡോ വൈപ്പ്, നട്ട് ബോൾട്ട്, ഹാൻഡിൽ, ബ്രാക്ക് പെഡൽ എല്ലാം മൊത്തം 16,250 രൂപ. അതിൽ 6,500 എഞ്ചിൻ സൈഡ് മാത്രമാണ്. ബാക്കി വന്നത് ബാക്കി പാർട്സ് എല്ലാം കൂടെ. ക്രാഷ് കാർഡ് എല്ലാം പ്ലേറ്റ് ചെയ്തതാണ്, പുതിയതല്ല. കസ്റ്റമർ ഇത് തന്നെ പ്ലേറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അത് തന്നെ ചെയ്തെടുത്താണ്. ഓക്കെ, അപ്പോൾ എല്ലാം കൂടി ടോട്ടൽ കോസ്റ്റ് ഇനി ഒരു 55-56 രൂപ
ഇതിന് ടോട്ടൽ കോസ്റ്റ് ആയി. കഴിഞ്ഞ മറ്റേ ബ്ലാക്ക് വണ്ടിക്ക് എത്രയായിരുന്നു? അതിന് 74,000 രൂപ. 74,000. അതിൽ സ്പെയർ പാർട്സിന് ഒരുപാട് പൈസയായി. ബാക്കിയൊക്കെ അതിൽ പിന്നെ പ്ലേറ്റിങ്ങിന് പക്ഷേ ഇത്രയും പൈസ ആയില്ല. അതായത് അലോയ് വീൽസ് ആയിരുന്നു. അതെ. പിന്നെ ക്രാഷ് കാർഡ് പ്ലേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു, ബ്ലാക്ക് ക്രാഷ് കാർഡ് ആയിരുന്നു. അതിൽ പ്ലേറ്റിങ്ങിന് പൈസ കുറവായിരുന്നു. ആ വണ്ടിക്ക് സ്പെയർ പാർട്സിലാണ് പൈസ കൂടുതലായത്. അത് 2 സീറ്റ്, ആ വണ്ടിക്ക് 2 സീറ്റ്, വയറിംഗ് കിറ്റ്, കാർബറേറ്റർ, 2 മഡ്ഗാർഡ്, ഒരുപാട് സാധനം, 2 ഷോക്ക് അബ്സോർബർ, സ്പ്രോക്കറ്റ് ഒക്കെ മാറി. എനിക്ക് തോന്നുന്നു ബുള്ളറ്റിന് എപ്പോഴും സ്പോക്ക് വീൽസ് ആയിരിക്കുമല്ലേ? സ്പോക്ക് വീൽ എൻ്റെ ഒരു അഭിപ്രായത്തിലും വണ്ടിക്ക് എപ്പോഴും ഭംഗി ഇത് തന്നെയാണ്. ബുള്ളറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മളിപ്പോൾ ചെയ്ത ബാക്കി 2 വണ്ടി കണ്ടാലും അറിയാം, സ്പോക്സ് ഇട്ട വണ്ടി ഇത് മാത്രമേ ഉള്ളൂ. അതിനൊരു പ്രത്യേക ഭംഗിയാണ്. അത്രേ ഉള്ളൂ. അത് കാണുമ്പോൾ നമുക്ക് നേരിട്ട് കാണുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് രസമുണ്ട് കാണാനായിട്ട്. പിന്നെ കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ ഒരു പുള്ളി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ എന്താ പറയാ, സ്റ്റുഡിയോ ലൈറ്റിലാണ് ഇത് ഗ്ലോസി എന്ന്, തിളക്കമുള്ളതെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഈ വെയിലത്ത് വന്ന് നിൽക്കുന്നത്. അതെ, പുറത്ത് വന്ന് നിൽക്കുന്നത്. കാര്യം പുള്ളിയുടെ അടുത്ത് റിപ്ലൈ ഇട്ടിട്ടുണ്ടായിരുന്നു, പുള്ളി കാണുന്നുണ്ടെങ്കിൽ ഇതൊന്ന് കണ്ടു നോക്കണം, അടുത്ത വണ്ടി പുറത്ത് വെച്ച് നമ്മൾ കാണിച്ചു തരാമെന്ന്. അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ അതിനകത്ത് കുറേ കൂട്ടുകാർ നമുക്ക് സപ്പോർട്ട് ചെയ്തും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് സംസാരിച്ചിട്ടുണ്ട്. കാരണം ഇതിൽ ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ എനിക്കോ അല്ലെങ്കിൽ ഷിജിനോ എക്സ്ട്രാ പൈസ ഒന്നും കിട്ടുന്നില്ല. എനിക്ക് ആക്ച്വലി ഇത് ഷിജിൻ എന്ന് പറയുന്നത്, ഞാൻ അവിടെ പണിയാൻ പോയിട്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് മാത്രമാണ് ഇതുപോലെ വീഡിയോസ് ബാക്ക് ടു ബാക്ക് ഞാൻ അങ്ങോട്ട് ചെയ്യുന്നത്. പിന്നെ ഷിജിൻ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ഒരു കാരണത്താലാണ്, അല്ലാണ്ട് നമുക്ക് ഇതിനകത്തൊന്നും വേറെ എക്സ്ട്രാ ഒന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ എന്തായാലും ഇതാണ് ടോട്ടൽ ആ ഒരു വണ്ടിയുടെ ആ ഒരു ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത്. 56-57 അല്ലേ? 56-57 രൂപയായി. ഓക്കെ, വെരി ഗുഡ്. ഷീൻ, അവനെ ഒരു കാര്യം കൂടി, ലൊക്കേഷൻ എല്ലാത്തിലും നമ്മൾ പറയുന്നതാണ്, എന്നാൽ പോലും ഇതിലും കൂടെ ഒന്ന് പറഞ്ഞോളൂ. ഇത് ലൊക്കേഷൻ പറയുന്നത് കടയ്ക്കാവൂരാണ്, പ്രോപ്പർ കടയ്ക്കാവൂർ, ചെക്കാലുളാകം എന്ന് പറയും. അവിടെ ഒന്ന് അടുത്ത് വെച്ചാലും അറിയാം, മെയിൻ റോഡിൽ തന്നെയാണ് ബുള്ളറ്റ് സോൺ. അതായത് നമുക്ക് ആറ്റിങ്ങൽ നിന്നാണെങ്കിലും ആലങ്കോട് നിന്നാണെങ്കിലും ഒരു 8-9 കിലോമീറ്റർ വരും. കടയ്ക്കാർ കഴിഞ്ഞിട്ടുള്ള സ്ഥലങ്ങൾ, അതായത് ചിറയൻകീഴിന് വർക്കലേക്ക് കടയ്ക്കാണ് കടയ്ക്കാർ എന്ന് പറയുന്നത്. ഓക്കെ, എന്തായാലും ഫോൺ നമ്പറും ഇതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എൻ്റെ ഫോൺ നമ്പർ തന്നെയാണ് എൻ്റെ വാട്സപ്പ് നമ്പർ. കാര്യം എന്നെ പലരും പുറത്തുനിന്നൊക്കെ വിളിക്കുന്നുണ്ട്, വീഡിയോ കണ്ടിട്ട് ഗൾഫിൽ നിൽക്കുന്ന പല ആൾക്കാരും വിളിക്കുന്നുണ്ട്. അപ്പോൾ അവർ വിളിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ പറയുമ്പോഴത്തേക്കാണ് മനസ്സിലാവുന്നത് വാട്സപ്പ് നമ്പർ ഇത് തന്നെയാണെന്നുള്ളത്. വിളിച്ചിട്ട് ചോദിക്കും വാട്സപ്പ് നമ്പർ, ഞാൻ പറയും അതായത് വർക്ക്ഷോപ്പിൽ തിരക്കാണെങ്കിൽ ചേട്ടാ ഒന്ന് വാട്സപ്പ് മെസ്സേജ് ഇട്ടേക്ക്, ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരാമെന്നാണ് പറയുന്നത്. കാര്യം വേറെ ഒന്നും കൊണ്ട് നിങ്ങൾ വിചാരിക്കരുത്, പണിക്കിടയിൽ കോൾ വരുമ്പോഴത്തേക്ക് ആ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് പിന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് കാര്യം സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ സംശയങ്ങൾ ഒരുപാട് ക്ലിയർ ചെയ്ത് തരാൻ കാണും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, പണി നീങ്ങത്തില്ല. അപ്പം എൻ്റെ വാട്സപ്പ് നമ്പരും ഇത് തന്നെയാണ്. ഒരു നമ്പരേ എനിക്കുള്ളൂ, സാധാ വാട്സപ്പും എല്ലാം ഈ നമ്പർ തന്നെയാണ്. ഓക്കെ, അതുപോലെ തന്നെയാണ് മറ്റൊരു കാര്യം പറയാനുള്ളത്. എനിക്ക് ആക്ച്വലി കുറേ അധികം പേഴ്സണൽ മെസ്സേജ് വരുന്നുണ്ട്. ഷിജിനാണെന്ന് വെച്ചിട്ട് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കുന്നത് ഞാനാണ് കേട്ടോ. ഷിജിൻ ആക്ച്വലി അതിനൊക്കെ ആൻസർ തരുന്നതേ ഉള്ളൂ. എന്തായാലും ഈ സംശയങ്ങൾ നിങ്ങൾക്ക് ബുള്ളറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ സംശയങ്ങൾക്കും ഷിജിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ എന്തായാലും ഷിജിൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഷിജിനെസ് നായർ, അതുപോലെ തന്നെ ഫോൺ നമ്പർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ, അതിനകത്ത് വാട്സപ്പ് ചെയ്തതിൽ സംശയങ്ങളെല്ലാം തീർത്തിരുന്നതാണ്. ചിലപ്പോൾ ഒരു ഡിലേ എടുക്കും അല്ലേ, കാരണം തിരക്കുകൾ ഉള്ളതുകൊണ്ട് തന്നെ. എന്തായാലും ഞാൻ വർക്ക് കഴിഞ്ഞ് വൈകിട്ട് വീട്ടിൽ പോകുന്ന സമയത്ത് എല്ലാ മെസ്സേജിനും റിപ്ലൈ അയക്കാറുണ്ട്. അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ? ഓക്കെ, താങ്ക് യു.